നമസ്കാരം. ഞാൻ സുനിത ബിനുകുമാർ. ഞാനൊരു കുക്കിംഗ് ചാനൽ ആരംഭിക്കുകയാണ്. ചാനലിൻ്റെ പേര് സുനിതാസ് യൂണിക് കിച്ചൻ. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടാകണം. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും സേഫാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മുടെ കുക്കിംഗ് ചാനലിൽ ഞാൻ ആദ്യമായി തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ വിഭവമാണ്, മത്തങ്ങ പുളിങ്കറി. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മത്തങ്ങ പുളിങ്കറിക്ക് വേണ്ടിയിട്ട് 1/2 കപ്പ് തുവരപ്പരിപ്പ് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. 300 ഗ്രാം മത്തങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് 2 മീഡിയം സൈസ് തക്കാളിയാണ്, അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 10 ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ചെറിയ ഉള്ളിക്ക് പകരം ഒരു ചെറിയ സവാള എടുത്താലും മതിയാകും. അരിഞ്ഞെടുത്ത ഒരു പച്ചമുളകും. ഇതെല്ലാം നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം വറുത്ത കായം എടുത്തിട്ടുണ്ട്. വറുത്ത കായം ചേർക്കുമ്പോൾ കറികൾക്ക് നല്ല വാസനയും നല്ല ടേസ്റ്റും ഉണ്ടാകും. കായം ചേർത്ത് കൊടുക്കാം. വേകുന്നതിന് ആവശ്യം വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. വെന്തതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. കറിക്ക് ആവശ്യം വേണ്ട പുളി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി 1/4 കപ്പ് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ അരപ്പ് തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ എടുത്തത് കാശ്മീരി ചില്ലിയാണ്. മുളക് പൊടിയുടെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നേരത്തെ നമ്മൾ കുക്കറിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേവിക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് ചൂടാക്കിയെടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പൊടികളുടെ ചൂട് പോയതിന് ശേഷം നമുക്ക് ഇത് വെള്ളമൊഴിച്ച് അരച്ചെടുക്കണം. കുക്കറിൻ്റെ സ്റ്റീം പോയിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. പരിപ്പും മത്തങ്ങയും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ ഉടച്ച് കഴിയുമ്പോഴായിരിക്കും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന പൊടികൾ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. കറി ലൂസായി കിട്ടുന്നതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികൾ നേരിട്ട് കറിയിൽ ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് എപ്പോഴും ഇതുപോലെ ചെറുതായി ചൂടാക്കിയതിന് ശേഷം അരച്ച് ചേർക്കുമ്പോഴായിരിക്കും. നമുക്ക് നേരത്തെ കുതിരാൻ വച്ചിരുന്ന പുളി പിഴിഞ്ഞെടുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റോളം കറി നന്നായിട്ട് തിളച്ച് വരട്ടെ. കറി ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഗ്രേവി നമുക്ക് ഈ ഒരു പാകം മതിയാകും. ഇനി നമുക്ക് കറിയിലേക്ക് 1 ടീസ്പൂൺ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം.
ശർക്കര പാനിക്ക് പകരം 1 ടീസ്പൂൺ പഞ്ചസാര ആയാലും മതിയാകും. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി 2 ടീസ്പൂൺ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി കറി 1 മിനിറ്റോളം തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി കറി താളിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. 5 ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉണക്കമുളക് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് മിനിറ്റ് നേരം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് തുറന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കറിയിലേക്ക് നല്ല കടുക് വറുത്തതിൻ്റെ ടേസ്റ്റും നല്ല വാസനയൊക്കെ കറിയിലേക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ മത്തങ്ങ പുളിങ്കറി തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ ഈ മത്തങ്ങ പുളിങ്കറി എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു. ബൈ.